നമസ്കാരം, എല്ലാവർക്കും സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതേൺ മെനുവിലൊരു സദ്യ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെള്ളരിക്ക പച്ചടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഈ ഒരു പച്ചടി. അപ്പോൾ നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവം തന്നെയാണല്ലേ പച്ചടി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ സാലഡ് കുക്കുംബർ, അതായത് കക്കിരിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. വലുതായിട്ട് അരിയുന്നതിനേക്കാളും ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കക്കിരിക്കയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീടാണ് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ ഈ കക്കിരിക്കകത്ത് ഉപ്പുണ്ടാവില്ല, പക്ഷേ നമ്മുടെ അരപ്പിനകത്ത് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ട് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴിതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 പിടി തേങ്ങാ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കണം. നമ്മൾ പച്ചടിക്ക് അധികം ലൂസാവാൻ പാടില്ല. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മുടെ കക്കിരിക്ക എടുക്കുക. ഈ കക്കിരിക്കയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള കക്കിരിക്കയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അധികം ഇതിൽ വെള്ളം ചേർക്കരുത്, പച്ചടി ലൂസായി പോവും. അപ്പം ഇതിലേക്ക് നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ തൈര് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പക്ഷേ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തൈരൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിന് അധികം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം. പച്ചക്കടുക് ഒരു 1/2 ടീസ്പൂൺ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കടുക് ചേർക്കരുത്. കടുക് മുഴുവനായിട്ടൊന്ന് അരഞ്ഞു പോകും. അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചതച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കുക. ഏകദേശം ഒരു ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് താളിച്ചത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്കിരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ sadya2017@gmail.com എന്നുള്ള മെയിലിലേക്ക് എനിക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ ഫോട്ടോസ് കൂടി അയച്ചു തരിക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്